നമസ്കാരം. തിരുവനന്തപുരം വട്ടപ്പാറയിൽ ഭാര്യയെ കൊലപ്പെടുത്തി ജീവനൊടുക്കുന്നതിന് മുൻപ് ബാലചന്ദ്രൻ തന്റെ മരുമകളെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. താനും ഭാര്യയും ദൂരയാത്ര പോകുന്നുവെന്നായിരുന്നു ബാലചന്ദ്രൻ മരുമകൾ രമ്യയോട് പറഞ്ഞത്. എന്നാൽ രോഗാവസ്ഥയിൽ കഴിയുന്ന ജയകുമാരിക്ക് ദൂരയാത്ര പോകാൻ കഴിയില്ലെന്നറിയുമായിരുന്ന മരുമകൾക്ക് ഭർത്തൃപിതാവിന്റെ ഫോൺ കോളിൽ സംശയം തോന്നി. തുടർന്ന് പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി. എന്നാൽ വീട് പൂട്ടിയ നിലയിലായിരുന്നു. പിന്നീട് നാട്ടുകാരുടെ സഹായത്തോടെ പൂട്ടുപൊളിച്ച് അകത്ത് കയറിയപ്പോഴാണ് രണ്ടുപേരുടെ മൃതദേഹങ്ങൾ കണ്ടത്. ഉടൻ തന്നെ വിവരം പോലീസിനെയും അറിയിച്ചു. ഭാര്യയുടെ രോഗാവസ്ഥ മൂലമുള്ള മനോവിഷമം കൊണ്ടാകാം ഭർത്താവ് ഈ കടുങ്കൈ ചെയ്തതെന്നാണ് പോലീസ് നിഗമനം. കുറ്റ്യാണി സ്വദേശികളായ ജയകുമാരി, ബാലചന്ദ്രൻ എന്നിവരാണ് മരിച്ചത്. ഭാര്യയെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ജീവനൊടുക്കിയായിരുന്നുവെന്നാണ് നിഗമനം. ബാലചന്ദ്രനെ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത്. പ്രമേഹ രോഗം മൂർച്ഛിച്ച് ജയകുമാരി ഏറെ നാളായി കിടപ്പിലായിരുന്നു. ഉയർന്ന പ്രമേഹം മൂലം കാഴ്ച മങ്ങിത്തുടങ്ങിയ ജയകുമാരിയെ ഭർത്താവ് ബാലചന്ദ്രൻ താങ്ങിയെടുത്ത് വീടിന്റെ ഉമ്മറത്ത് കൊണ്ടിരുത്താറുണ്ടായിരുന്നു. പുറം കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഭാര്യയുമായി പങ്കുവച്ചിരുന്നു. ഭാര്യയ്ക്ക് പരസഹായമില്ലാതെ എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായിരുന്നിട്ടും താങ്ങായിരുന്ന ബാലചന്ദ്രന് അതൊരു പ്രശ്നമായിരുന്നില്ലെന്ന് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നു. മസ്തിഷ്കത്തിന്റെ തകരാറിന് കാരണമാകുന്ന പാർക്കിൻസൺസ് രോഗം മൂർച്ഛിച്ചതോടെ ഭാര്യയുടെ വേദന കണ്ടു മടുത്തിട്ടാകാം ബാലചന്ദ്രൻ ഈ കടുങ്കൈ ചെയ്തതെന്നും അവർ പറയുന്നു. ഇവർ തമ്മിൽ കാര്യമായ വഴക്കോ മറ്റ് തർക്കങ്ങളോ ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. കൂലിപ്പണിക്കാരനായിരുന്ന ബാലചന്ദ്രന് പ്രായം 67 ആയെങ്കിലും ഭാര്യയുള്ള സ്നേഹത്തിനും കരുതലിനും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. കിടപ്പുമുറിയിൽ കട്ടിലിൽ കഴുത്തറ്റ മരിച്ച നിലയിൽ ജയകുമാരിയുടെയും ഫാനിന്റെ കൊളുത്തിൽ തൂങ്ങിയ നിലയിൽ ബാലചന്ദ്രന്റെ മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു. പരമാവധി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ഭാര്യയുടെ കാര്യങ്ങളും വീട്ടുജോലികളും ബാലചന്ദ്രനാണ് ചെയ്തിരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ശരത്, വൈശാഖ് എന്നിവർ മക്കളാണ്. അശ്വതി, രമ്യ എന്നിവർ മരുമക്കളുമാണ്.